ഹായ്, ഞാൻ ശ്രീജിത്ത് മലബാർ ടെക് എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള മെക്കാനിക്കൽ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എർട്ടിഗയുടെ SHVS സ്മാർട്ട് ഹൈബ്രിഡ്, അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, SHVS എന്നാൽ എന്താണ്, അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് നമുക്ക് എങ്ങനെ ഇടാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്ന കാറുകളൊക്കെ മുഖ്യമായിട്ട് ഒരു ടെക്നോളജി വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് SHVS. ഇപ്പോൾ മാരുതിയിലാണെങ്കിൽ ഫസ്റ്റ് ഇറങ്ങിയത് സിയാസ്, എർട്ടിഗ എന്നിപ്പോലുള്ള കാറുകളാണ് ഫസ്റ്റ് ഇറങ്ങിയത്. നോർമലായിട്ട് നമ്മളൊരു കാറിൽ ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. കൂടാതെ SHVS ഹൈബ്രിഡ് ഉള്ള കാറുകളിൽ ഒരു എക്സ്ട്രാ ആയിട്ട് ലിഥിയം അയൺ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ടെക്നിക്കൽ മോട്ടർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡൈനാമോൻ്റെ ഫംഗ്ഷൻ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ISG മോട്ടർ, ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ, ലിഥിയം അയൺ ബാറ്ററിയും ഒരു ISG മോട്ടറും കൂടെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഇതിനെ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് വെച്ചാൽ നമുക്ക് മൈലേജ് ഒരുപാട് വ്യത്യാസമുണ്ട്. ഹൈബ്രിഡ് കാറുകളിൽ മൈലേജ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൂടാതെ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ ഒരു 60-80 സ്പീഡിൽ പോകുന്ന കാറ് നമ്മൾ സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പവർ ലോസ് നമുക്ക് അനുഭവപ്പെടും. ആ പവർ ലോസ് അനുഭവപ്പെടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലിഥിയം അയൺ ബാറ്ററി ആ പവറിനെ വലിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ സഡനായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ആ പവർ തിരിച്ച് കൊടുക്കുകയും ചെയ്യും. അതായത് പവർ കൺസപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ പറ്റും. അങ്ങനെ മൈലേജ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പോൾ കാർ റൺ ചെയ്ത് ഒരു ട്രാഫിക്കിലാണ് എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രാഫിക്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വെക്കുമ്പോൾ അവിടെ ഒരുപാട് കാറുകളുണ്ടാകും. അപ്പോൾ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സീറോയിലാണ് ചലിക്കുന്നത്. അപ്പോൾ സീറോ വണ്ടി നിർത്തിയ സമയത്ത് എൻജിൻ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുകയും ഒരു നിശ്ചിത സമയം കൊണ്ട് ക്ലച്ച് ചവിട്ടിയാൽ ഉടൻ തന്നെ എൻജിൻ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അതിലൂടെ നമുക്ക് പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഈ ഹൈബ്രിഡ് മുഖാന്തരം വണ്ടി ഓഫാകുന്ന സമയത്ത് ബാക്കി ഇലക്ട്രോണിക് ഭാഗങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ നമ്മൾ സെൽഫ് മോട്ടറല്ല നമ്മളെ വണ്ടീനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ISG മോട്ടർ തന്നെയാണ് നമ്മളെ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിനി SHVSൻ്റെ ബെൽറ്റ് എങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ വിജയേട്ടൻ്റെ എർട്ടിഗ തന്നെയാണ് നമ്മളെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പം കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബെൽറ്റിൻ്റെ പോലത്തെ ഒരു ശബ്ദമാണ് കംപ്ലൈൻറ്റ്. അപ്പം ഈ ബെൽറ്റ് നമുക്കൊന്ന് മാറ്റിയിട്ട് ശബ്ദം പോകാൻ നമുക്ക് നോക്കണം. ബെൽറ്റ് പൊട്ടിയാൽ നമുക്ക് SHVS ഹൈബ്രിഡിൻ്റെ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പണി അധികമാണ്. ബെൽറ്റ് പൊട്ടിയില്ലെങ്കിൽ ഒരു പണിയേ ഉള്ളൂ. അതായത് ബെൽറ്റ് പൊട്ടിയാൽ ഒരു ലോക്ക് ഫസ്റ്റ് ചെയ്യണം, ശേഷം വേറെ ലോക്ക് ഉണ്ട്, അതും കൂടി ചെയ്യണം. ബെൽറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റൊരു ലോക്ക് മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് AC ബെൽറ്റ് അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. AC ബെൽറ്റിന് അഡ്ജസ്റ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു എന്തെങ്കിലും മൈനസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൂൾ ഉപയോഗിക്കുന്നത് അത്രയും നല്ലത്. കാരണം ബെൽറ്റൊക്കെയാണ് ഡാമേജ് ആവാതിരിക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ ടൂൾസ് ഉപയോഗിക്കുന്നത് നല്ലത്. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ AC ബെൽറ്റ് നമുക്ക് അയച്ചെടുക്കാം. ഇപ്പം നോർമലായിട്ട് ഹൈബ്രിഡുകൾ ഇല്ലാത്ത കാറുകളിൽ നോർമലായിട്ട് നമ്മളെ ബെൽറ്റ് അഡ്ജസ്റ്റർ ഒരു 14 ബോൾട്ടാണ് വരിക. ഇതേ കൊടുത്തിട്ടുള്ള വെച്ചാൽ 17 സൈസ് ബോൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ISG മോട്ടറിൻ്റെ 2 പുള്ളിയാണ്. അതിൽ ഒരു പുള്ളി നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്യുക, അല്ല മുകളിലോട്ട് പൊക്കുക, അതിന് ശേഷം ലോക്ക് ചെയ്യണം. ഇതുപോലെ ഒരു അല്ലങ്കി വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അതിന് ശേഷം ബെൽറ്റ് ഊരെടുക്കാം. ഞാൻ ഇവിടെ ഒരു റൗണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ബെൽറ്റ് പൊട്ടിയാൽ ലോക്ക് ചെയ്യേണ്ട ഭാഗം. ഒരു ഹോൾസ് കൊടുത്തിട്ടുണ്ട്, അതിലിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത് ബെൽറ്റ് പൊട്ടിയാൽ. അതിന് ശേഷമാണ് നമ്മൾ പഴയ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടത്. പുള്ളി ഇപ്പോൾ കംപ്ലൈൻറ്റ് അതിൻ്റെ പുള്ളി കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ പുതിയ ബെൽറ്റ് ഉണ്ട്. 6PK 980 ബെൽറ്റ് നമ്പർ. പുതിയ ബെൽറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം.
ചെയ്ത് പിന്നെ അയച്ച് എടുക്കേ വേണ്ടു. ഇഞ്ചിപ്പുള്ളി കംപ്ലൈൻ്റ് അല്ലേ ഇപ്പോൾ? और हाथ तो मुश्किल है. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ AC ബെൽറ്റും കൂടി നമുക്ക് ഫിറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, ഓക്കെയാണ്. അങ്ങനെ AC ബെൽറ്റും കൂടി ഫിറ്റ് ചെയ്യാം. AC ബെൽറ്റ് നമ്മൾ നേരത്തെ അയച്ച പോലെ തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് പുള്ളി കറക്കിയിട്ട് ആണ് ഫിറ്റ് ചെയ്യുന്നത്. ഓപ്പോസിറ്റാ. ഓക്കെ, ऊपर देखो. അപ്പോൾ SHVS കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരാഴ്ച ഇതേപോലെ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.